കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ അത്ര പോരാ എന്നതായിരുന്നു അടുത്ത കാലം വരെയും കോൺഗ്രസ് നേതാക്കളുടെ പരാതി. സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സൈബർ കൂട്ടങ്ങൾ അടിച്ചു കയറിയ കാലങ്ങളിൽ കോൺഗ്രസ് സൈബർ പോരാളികൾ അത്രത്തോളം എത്തിയിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ കോൺഗ്രസിന് വേണ്ടി പോരാട്ടം ഏറ്റെടുത്തു. അടുത്ത കാലത്ത് മറ്റേതു പാർട്ടിക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളും മാറിയിരുന്നു. പാർട്ടി ഏതായാലും ഒരു ഘട്ടം കഴിഞ്ഞാൽ സൈബർ പോരാളികൾ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങി നിൽക്കില്ല. സൈബർ ഇടങ്ങളെ നിയന്ത്രിക്കുന്നത് പലരാണ്. അവരിൽ സ്വന്തം പാർട്ടിയോടുള്ള കൂറുകൊണ്ട് മാത്രം സമയവും പണവുമൊക്കെ ചിലവഴിച്ച് പാർട്ടിക്ക് വേണ്ടി പോരാടുന്നവർ മുതൽ നേതാക്കളുമായി അടുപ്പം സ്ഥാപിച്ച് സ്വന്തം നേട്ടത്തിനായി സൈബർ ഇടങ്ങളെ ഉപയോഗിക്കുന്നവർ വരെയുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരായ ആരോപണം വന്നതോടെ രാഹുലിനെ കൈവിട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ നിലപാടാണ് സൈബർ കൂട്ടങ്ങളിൽ ഒരു വിഭാഗത്തെ വി.ഡി. സതീശന് എതിരാളിയാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന വലിയൊരു ഭാഗം സൈബർ പോരാളികൾ വി.ഡി. സതീശനെതിരെ തിരിയുകയും അവർ പരസ്യമായി തന്നെ സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നു. ഇതിനെതിരെ മറ്റു ചില കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളും രംഗത്ത് വരുന്നുണ്ട്. പണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പുകളൊക്കെ കത്ത് നിന്ന കാലത്ത് അന്ന് ഗ്രൂപ്പ് നേതാക്കളായിരുന്നു ഈ തരത്തിലേക്കൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ലക്ഷ്യമിട്ടുമൊക്കെ ഈ സൈബർ പോരാളികളാണ് സൈബർ ഇടങ്ങളിൽ പരസ്പരം ആക്രമണം നടത്തുന്നത്. ഗ്രൂപ്പിൻ്റെ മറ്റു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പല പക്ഷങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല നേതാക്കളുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഗ്രൂപ്പുകൾ പരസ്പരം പോരടിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തലവേദനയായി മാറുന്നതും. എന്തായാലും ഈ കൈവിട്ട സൈബർ പോരാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ കോൺഗ്രസിന് കഴിയുമോ അതോ കോൺഗ്രസിന് ഇത് തലവേദനയാകുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം.